ഏത് മേഖലയിൽ നിന്നുമായിക്കൊള്ളട്ടെ, നമ്മെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കാനുമൊക്കെ ഓരോ വർഷവും ഓരോരോ പുതിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടാറുണ്ടല്ലേ. അത്തരത്തിൽ ഇക്കൊല്ലം ഹിറ്റായി മാറിയ ചില ട്രോളുകളും ഡയലോഗുകളും സംഭവങ്ങളും റീലുകളും വീഡിയോകളും എല്ലാം 2025 അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ നമുക്കൊന്നുകൂടി ഓർത്തെടുത്താലോ. 2025 ലോകമെമ്പാടും തരംഗമായി മാറിയ ഒരു പ്രേതപ്പാവയുണ്ടായിരുന്നു. ഫാഷൻ ലോകത്തും കക്ഷി ഒരു താരമായിരുന്നു. ലബുബു എന്ന കുട്ടിഭൂതത്തിന്റെ കളിപ്പാട്ടങ്ങൾ ഇന്ത്യയിലും പ്രിയങ്കരമായി. പോപ്മാർട്ട് എന്ന ബ്രാൻഡിന്റെ ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതും അവയുടെ അൺബോക്സിംഗ് വീഡിയോകൾ ചെയ്യുന്നതും ഒരു ഫാഷനായി മാറിയത് ആരും മറന്നു കാണില്ല. സ്വന്തം ചിത്രങ്ങളെ സ്റ്റുഡിയോ ഗിബ്ലി സിനിമകളിലെ ആനിമേഷൻ ശൈലിയിലേക്ക് AI ഉപയോഗിച്ച് മാറ്റുന്ന ഗിബ്ലി ആർട്ട് രീതി ഇക്കൊല്ലം ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ പലതരം ഫോട്ടോകൾ ഇത്തരത്തിൽ നിർമ്മിച്ചു. ഇത്തരത്തിൽ ഹിറ്റായി മാറിയ മറ്റൊരാളായിരുന്നു പൂച്ചസാർ. തമാശ നിറഞ്ഞ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള പൂച്ചകളുടെ വീഡിയോകൾ ഈ വർഷം ഏറെ പ്രചാരം നേടി. പൂച്ചസാറിന്റെ വീഡിയോകൾ കണ്ടിരിക്കാൻ തന്നെ ഹരമാണ്. ഒപ്പം ചില വീഡിയോകളിൽ മനുഷ്യ ശബ്ദത്തിന് പകരം പൂച്ചയുടെ ശബ്ദം നൽകുന്നതും ട്രെൻഡിംഗ് ആയിരുന്നു. ഇതിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച ഓറഞ്ച് നിറത്തിലുള്ള പൂച്ചകളുടെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന കാർട്ടൂണുകൾ കുട്ടികൾക്കിടയിൽ വളരെയധികം പ്രചരിച്ചു. ഇതിനെതിരെ കേരള പോലീസ് ജാഗ്രതാ നിർദ്ദേശം വരെ നൽകിയിരുന്നു. രാവണപ്രഭു എന്ന ചിത്രം ഈ വർഷം വീണ്ടും റിലീസ് ചെയ്തതോടെ അതിലെ തകിലു പുകിലു എന്ന പാട്ട് വീണ്ടും വൈറലായി. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതവും മോഹൻലാലിന്റെ മാസ് പ്രകടനവും തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ഇതിനെ തുടർന്ന് ഈ പാട്ടിനൊപ്പം തിയേറ്ററുകളിൽ ആളുകൾ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന വീഡിയോകൾ ഇന്റർനെറ്റിൽ തരംഗമായി മാറി. ഇൻസ്റ്റഗ്രാം താരങ്ങളായ ഹാഷിറിന്റെയും ടീമിന്റെയും ഹെൽത്തി എടാ ഹെൽത്തി കുട്ട തുടങ്ങിയ ഡയലോഗുകളൊക്കെ ധാരാളം ആളുകൾ ഏറ്റുപറഞ്ഞിരുന്നു. വൈക്കം സ്വദേശിയായ അർജുൻ തുടങ്ങിയ ഇൻസ്റ്റഗ്രാം ട്രെൻഡാണ് ഹസ്കി ഡാൻസ്. ഒരു ഹസ്കി നായ തമിഴ് ചിത്രങ്ങൾക്കും മറ്റും നൃത്തം ചെയ്യുന്ന വീഡിയോകൾ ഹസ്കി ഡാൻസ് ഡെയിലി എന്ന പേജിലൂടെ വൈറലായി. ഇതിന് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു. മറ്റു റീലുകളുടെ അവസാനം ഹസ്കി ഡാൻസ് ഉൾപ്പെടുത്തിയും അത് റീക്രിയേറ്റ് ചെയ്തും മലയാളികൾ ഈ ട്രെൻഡ് അങ്ങ് ഏറ്റെടുത്തു. കോൾപ്ലേയുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ കിസ് ക്യാം വീഡിയോകളും കൊടുങ്കാറ്റ് പോലെ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നു. ആസ്ട്രോണോമർ എന്ന കമ്പനിയിലെ HR എക്സിക്യൂട്ടീവ് ആയിരുന്ന ക്രിസ്റ്റൽ കാബോട്ട് ജൂലൈയിൽ നടന്ന ഒരു കോൾപ്ലേ സംഗീത പരിപാടിക്കിടെ തന്റെ ബോസായ ആന്റി ബൈറോണുമായി ചേർന്നു നിൽക്കുന്ന വീഡിയോ പെട്ടെന്ന് സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനിൽ തെളിയുകയായിരുന്നു. ദുരന്തർ എന്ന സിനിമയിലെ ഫാസ്ല എന്ന പാട്ടിനൊപ്പം അക്ഷയ് ഖന്ന നടന്നു വരുന്ന സീൻ 2025 ഏറ്റവും വലിയ സ്വാഗിന്റെ നിമിഷമായി മാറി. ഫ്ലിപ്രാച്ചിയുടെ ഈ അറബിക് ഗാനവും ദുരന്തർ എന്ന സിനിമയും ഒരേപോലെ ശ്രദ്ധിക്കപ്പെട്ടു. അക്ഷയ് ഖന്നയുടെ ചുവടുകൾക്ക് ഏറെ പ്രശംസ ലഭിക്കുകയും ഈ പാട്ടിനൊപ്പം അദ്ദേഹത്തിന്റെ പഴയകാല വീഡിയോകളും സിനിമകളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവ് വിനോദ് ഖന്നയുടെ പഴയകാല സ്റ്റൈലുമായി ഇതിനെ ആരാധകർ താരതമ്യം ചെയ്തിരുന്നു. ഈ പാട്ടിന് ചുവട് വയ്ക്കാത്ത, പോസ്റ്റുകളിൽ അത് ഉപയോഗിക്കാത്ത ആളുകൾ വിരളമാണ്. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ചുണ്ടുകളിൽ ഫാസിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B യുദ്ധവിമാനം അവിടെ 3 ആഴ്ചയോളം കിടന്നു. ഇതിനെ ചൊല്ലി മലയാളികൾ നിരവധി മീമുകൾ ഉണ്ടാക്കി. ജെറ്റിന് ആധാർ കാർഡ് ഉണ്ടാക്കിയും OLX പരസ്യം നൽകിയും ട്രോളന്മാർ അതങ്ങ് ആഘോഷിച്ചു. ഈ വർഷം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പാരഡി ഗാനങ്ങളിൽ ഒന്നാണ് പോറ്റിയെ കേറ്റിയെ. പ്രശസ്തമായ ഒരു അയ്യപ്പ ഭക്തി ഗാനത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ഗാനം മൂർച്ചയേറിയ പരിഹാസവും ആക്ഷേപഹാസ്യവും നിറഞ്ഞതാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെ പരിഹസിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ റിമിക്സ് അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്താണ് റീലുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ ഗാനം ഒരു വലിയ തരംഗമായി മാറുകയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും ഇത് സ്വാധീനിച്ചതായി പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ സീസൺ കഴിഞ്ഞാലും ഈ പാട്ടുണ്ടാക്കിയ അലയൊലികൾ ഇനിയും തുടരുമെന്നാണ് സൂചനകൾ. മാനിഫെസ്റ്റേഷൻ ആയിരുന്നു 2025 മറ്റൊരു ട്രെൻഡ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ചിന്തകളോടെ സ്വന്തമാക്കാമെന്ന വിശ്വാസത്തെപ്പറ്റി പറയുന്ന വീഡിയോകൾ യുവതലമുറ ഏറ്റെടുത്തു. കാക്കും വടിവേൽ എന്ന തമിഴ് പാട്ടും 2025 അവസാനമായപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ധാരാളം പേരാണ് ഈ വൈറൽ ഗാനത്തിനൊപ്പം ചുവട് വെച്ചത്. റീലുകളിൽ ഈ ഗാനം തരംഗമായിരുന്നു. ഇങ്ങ് കേരളത്തിലും ഈ മുരുകന്റെ പാട്ടിന് വലിയ ഫാൻസ് ആണുള്ളത്. ധരൺകുമാർ സംഗീതം നൽകിയ കാക്കും വടിവേൽ എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ തമിഴ് റാപ്പർ വാഹീസനാണ്. ഇക്കൊല്ലം ട്രെൻഡിംഗ് ആയ ഒരു ഭക്ഷണ സാധനം കൂടിയുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വൻ ഹൈപ്പായിരുന്നു കക്ഷിക്ക്.
ബൺ മസ്കയും ആവി പാറുന്ന ഇറാനി ചായയുമാണ് താരങ്ങൾ. നല്ല സോഫ്റ്റായ ബൺ നടുവേ മുറിച്ച് അതിലേക്ക് വെണ്ണ മധുരവും ചേർത്ത് നിറയെ പുരട്ടുന്നതാണ് ബൺ മസ്ക. ഇത് ചൂട് ഇറാനി ചായയിൽ മുക്കി കഴിക്കുന്നതാണ് രീതി. കൊച്ചിയിലെ ഈ തരംഗത്തിന് തുടക്കം കുറിച്ചത് ചായക്കപ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീരശ്മി ശരൺ എന്ന ദമ്പതികളാണ്. ബാബുസ്വാമിയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വൈറൽ വീഡിയോ. ബാബുസ്വാമി എന്ന ആൾദൈവവും നാഗസൈരന്ത്രി എന്ന ഒരു സ്ത്രീയും ഒരു പരിപാടിക്കിടെ സംസാരിക്കുന്ന വീഡിയോയിൽ നിന്നാണ് ഈ ട്രെൻഡ് ഉണ്ടായത്. അവരുടെ സംസാര രീതിയും ഭാവങ്ങളും റീൽസുകളിലും റിമിക്സ് പാട്ടുകളിലും നിറഞ്ഞു നിന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വൈറൽ വീഡിയോകളും ഡയലോഗുകളും പാട്ടുകളുമൊക്കെയായി 2025 കടന്നു പോവുകയാണ്.